ഇന്ത്യയിലെ മെത്രാന്മാരുടെ സമ്മേളനത്തിൻ്റെ രണ്ടാം ദിവസം ചർച്ചകൾ വളരെ സജീവമായിരുന്നു. പ്രധാനമായിട്ടും സഭ ഇന്ന് ഭാരതത്തിൽ നേരിടുന്ന വിഷയങ്ങളെക്കുറിച്ചായിരുന്നു. ഏറെ പ്രത്യേകമായി പീഡനം, ക്രൈസ്തവ പീഡനം. 3 അൽമായ സഹോദരങ്ങളാണ്, വിവിധ മേഖലകളിലുള്ളവരാണ് ഈ വിഷയം അവതരിപ്പിച്ചത്. വിഷയത്തിൻ്റെ ഗൗരവം ഉദാഹരണ സഹിതങ്ങളിലൂടെ വ്യക്തമാക്കി അവതരിപ്പിക്കുകയായിരുന്നു. ഒരു അതിജീവനത്തിൻ്റെ പ്രതിസന്ധിയാണ് കത്തോലിക്കാ സഭ നേരിടുന്നത്, ഏറെ പ്രത്യേകിച്ച് ഉത്തരേന്ത്യയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. അതിനെ എങ്ങനെ നേരിടണം എന്നുള്ള ചിന്തകളിൽ ഒരു കമ്മിറ്റി തന്നെ രൂപീകരിച്ച് പ്രവർത്തനങ്ങളെ, ആനുകാലികമായ വിഷയങ്ങളെ ചർച്ച ചെയ്ത് സത്വരമായ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള നിർദ്ദേശമാണ് അതിന്ന് വന്നത്. തീർച്ചയായിട്ടും വളരെ വിലപ്പെട്ട ചർച്ചകളായിരുന്നു ഉണ്ടായിരുന്നത്. ഉത്തരേന്ത്യയിൽ നമ്മുടെ സഭ നേരിടുന്നത് വളരെ പ്രയാസമുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്വാതന്ത്ര്യം ഇന്ത്യക്ക് ലഭിച്ചു എന്നുള്ളത് ഭരണഘടനയിൽ മാത്രമായും പ്രായോഗികമായിട്ട് ന്യൂനപക്ഷങ്ങളായ ക്രൈസ്തവർക്ക് ജീവിക്കാനുള്ള ബുദ്ധിമുട്ടും ഇത് വ്യക്തമാക്കുന്നതാണ് നിരവധി ഉദാഹരണങ്ങൾ. പക്ഷേ സമാപനത്തിൽ സഭ ഇതിലും വലിയ പ്രതിസന്ധികളെ നേരിട്ടിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മോടുകൂടി ഉണ്ടല്ലോ, ഞാൻ യുഗാന്തത്തോളം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും എന്ന ആശ്വസിപ്പിക്കുന്ന വാക്കുകൾ പങ്കുവെക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും ഈ സമ്മേളനം വളരെ സഹായവും ഉപകാരപ്രദവുമാണ്. നമുക്ക് കൂടുതൽ ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണ്. അതെങ്ങനെ സാധിക്കുമെന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ.